ഒരു പുതു ചരിത്രത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കുകയാണ്. വിദ്യാർത്ഥി സമൂഹം നടത്തിയിട്ടുള്ള പ്രതിഷേധത്തിന് ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചിരിക്കുകയാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് CJP പ്രതിഷേധം നടത്തിയത്. സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് നടത്തിയിട്ടുള്ള ഒരു പരാമർശത്തിനുമേലാണ് CJP എന്നുള്ള പാർട്ടി തന്നെ രൂപം കൊള്ളാൻ ഇടയായത്. അത് രാജ്യത്തെ തൊഴിലില്ലാത്ത യുവാക്കളെ പാർട്ടികളോട് ഉപമിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പരാമർശം. ആ പരാമർശത്തിന് പിന്നാലെ രൂപീകരിക്കപ്പെട്ട പാർട്ടി അവർ ഏറ്റെടുത്ത നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ക്രമക്കേടുണ്ടായി. വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു, പുനഃപരീക്ഷ നടത്തേണ്ടി വന്നു. ആ ഒരു ഘട്ടത്തിൽ അവർ ഏറ്റെടുത്ത സമരം, ആ ഐതിഹാസികമായിട്ടുള്ള സമരം ഇപ്പോഴിതാ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിലെ അവരെ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോൾ അത് കേന്ദ്രം അംഗീകരിച്ചിരിക്കുന്നു. ആ ആവശ്യം അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ സമരം ഐതിഹാസിക സമരമായി, വിജയിച്ച സമരമായി ഈ സമരം മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനെ മുടക്കാൻ വേണ്ടി തടയാൻ വേണ്ടി, സമരക്കാരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും. പിന്തിരിഞ്ഞു പോയില്ലെന്നുള്ളത് മാത്രമല്ല, കൂടുതലായി പാറ്റകൾ പിറന്നു വീണുകൊണ്ടേയിരുന്നു. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് അവർ സമരവുമായി രാജ്യ തലസ്ഥാനത്തേക്ക് എത്തി. ആ ഒടുവിലാണ് ഗത്യന്തരമില്ലാതെ വിദ്യാഭ്യാസ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, നേരത്തെ തുടങ്ങിയിട്ടുള്ള യോഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഈ യോഗത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴും യോഗം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ കഴിഞ്ഞ ദിവസം യോഗവുമായി ഇതിൻ്റെ ഈ പങ്കെടുക്കുന്നവരുടെ ശരീരഭാഷ നമുക്ക് നോക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസം സൗരവ് ദാസും അശുതോഷും ഒക്കെ വളരെ ടെൻസ്ഡ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളതാണ്. ആ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ സൗരവ് ദാസ് വളരെ ചിരിച്ചുകൊണ്ടാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് രണ്ടുപേരും ഇരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് കാരണം അവർ രണ്ടുപേരും അല്ലെങ്കിൽ അവരുടെ നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനം CJP എന്ന് പറയുന്ന ഒരു ശൂന്യതയിൽ നിന്നുണ്ടായ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ, ഒരു ട്രെൻഡിലൂടെ, ഒരു പോസ്റ്റിലൂടെ മാത്രം ഉണ്ടായ ഒരു പ്രസ്ഥാനം ഒരു മന്ത്രിയെ തന്നെ രാജിവെപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുന്നു. അത് ഒരു സർക്കാരിനെ മുട്ടുമടക്കുന്ന തരത്തിൽ. ആലോചിക്കണം, 12 കൊല്ലത്തെ നരേന്ദ്രമോദി ഭരണത്തിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രി ഒരു പ്രതിഷേധ സമരത്തെ തുടർന്ന് രാജിവെച്ച് പുറത്തു പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. ഒരുപക്ഷെ ആദ്യമായിട്ടാണ്, 12 കൊല്ലത്തിനുള്ളിൽ ആദ്യമായി ഒരു മന്ത്രി ഒരു പ്രതിഷേധ സമരത്തിനെ തുടർന്ന് രാജിവെക്കുന്നു എന്നുള്ള ആ ഒരു സത്യാവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അടുത്തയാഴ്ചയോ 2 ആഴ്ചയ്ക്കുള്ളിലോ നടക്കാൻ പോകുന്ന ഒരു മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഒഴിവാക്കാമായിരുന്ന ഒരാളെ പക്ഷേ ഒരു പ്രതിഷേധത്തിൻ്റെ പേരിൽ രാജിവെപ്പിക്കേണ്ടി വന്നിരിക്കുന്നു നരേന്ദ്രമോദിക്ക് എന്നുള്ളത് തന്നെ ഈ സമരത്തിൻ്റെ ശക്തി വിളിച്ച് കാട്ടുന്നതാണ് എന്നുകൂടി നമ്മൾ മറക്കരുത്. 2.5 മണിക്കാണ് ധർമ്മേന്ദ്ര പ്രധാൻ 2 പേജുള്ള തൻ്റെ രാജി കാര്യം അറിയിച്ചു കൊണ്ടുള്ള വാർത്താക്കുറിപ്പ് പുറത്തുവിടുന്നത്. ഇനി രാഷ്ട്രപതിയിലാണ് ഇക്കാര്യം വരുന്നത്. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു രാജിക്കത്തിൻ്റെ ഒരു പകർപ്പ് എന്നുള്ള തരത്തിലൊരു ദൃശ്യം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. അത് ജൂലൈ 21 അതിൻ്റെ തീയതി. അതായത് ഒരു 3 ദിവസം മുമ്പ് തന്നെ അദ്ദേഹം രാജിക്കത്ത് നൽകിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ആ പോസ്റ്റ് സംബന്ധിച്ചൊരു വിശ്വാസ്യതയൊന്നുമില്ല, അല്ലെ കത്തിൻ്റെ രൂപത്തിൽ വിശ്വാസ്യത ഒന്നും തന്നെ ഇല്ല. അതിനി വരാനിരിക്കുന്നേ ഉള്ളൂ. രാഷ്ട്രപതിയുടെ കമ്മ്യൂണിക്കെ പുറത്തിറങ്ങുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ രാജി ഇന്ന് തന്നെ ഉണ്ടായതാണോ, അത് പ്രധാനമന്ത്രി കൈമാറിയത്, പ്രധാനമന്ത്രി അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ആ രാജി 21-ാം തീയതി, ഇന്നിപ്പോൾ 25-ാം തീയതി ആയിട്ടുണ്ട്, 21-ാം തീയതി തന്നെ അദ്ദേഹം രാജിക്കത്ത് തയ്യാറാക്കിയിരുന്നുവോ എന്നുള്ളത് തന്നെയാണ് അതിൽ ബസ് പറയുമ്പോൾ തന്നെ. അത് നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പുറത്തു വരുന്ന വിവരമാണ്. സ്ഥിരീകരിച്ചിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കേണ്ടിയിരിക്കും. എന്നാൽ അങ്ങനെ ഒരു വേർഷൻ കൂടി, അല്ലെങ്കിൽ ആ തലത്തിലുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്.